മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. സെൻസെക്സും നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ പാതയിലായിരുന്നു കഴിഞ്ഞ മുൻ വാരങ്ങൾ പോയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച അവസാനിക്കപ്പോഴത്തേക്കും ഒരു ചെറിയ കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് വന്ന പോലെ തോന്നി വ്യാഴാഴ്ച ദിവസം. പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും തിരിച്ച് പിടിക്കുന്നതും കണ്ടു. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, സ്വാഗതം. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം ഈ രണ്ട് ദിവസവും ഉണ്ടായത് മിഡ് ക്യാപ്പിലുണ്ടായ ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തകർച്ച വന്നു. പ്രത്യേകിച്ചും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനി നമ്മുടെ കളമശ്ശേരി സൈബർ സിറ്റി കാലഘട്ടത്തിൽ അത് അവതരിപ്പിച്ച് വിവാദമാക്കിയ ബ്ലൂ സ്റ്റാർ ഇതുമായി പങ്കാളിത്തമുള്ള HDIL, ഈ കമ്പനി പൊതുവേ നല്ല മികച്ച ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പാപ്പരാകാൻ പോകുന്നു. ഇതിൻ്റെ ഉടമസ്ഥനായ വൈസ് ചെയർമാനും MDയുമായ സാരംഗ് വാദ്വാൻ, അദ്ദേഹം 36 ലക്ഷം ഷെയർ എടുത്ത് വിൽക്കുന്നു. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള 90% ഓഹരികളോളം അത് പണയത്തിലാണ്, പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം വന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാഗ്വാർ ലാൻഡ് റോവർ, അതിൻ്റെ വിൽപ്പന കുറഞ്ഞേക്കും എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു. അത് ഒരു വശത്തിടിഞ്ഞു. IVRCL ഇൻഫ്ര, ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി, നമ്മുടെ മലയാളിയായ ഒരു ദേശീയപാത ഉപദേഷ്ടാ സമിതി അംഗം പൗലോസ് തോമസിനെ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ IVRCL ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. ആ ഓഹരി തകരുന്നു. ഇങ്ങനെ മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള ഒരു പിടി ഓഹരികൾ ഒറ്റയടിക്ക് വ്യാഴാഴ്ച തകരുന്നു. പിറ്റേ ദിവസം ഇതേ കമ്പനികളെല്ലാം, ഇപ്പം ജാഗ്വാർ ലാൻഡ് റോവറിന് കുഴപ്പമില്ല, ലോങ് ടൈം പ്രഷേഴ്സ് ഒന്നുമില്ല, ലോങ് ടൈമിലേക്ക് നോക്കിയാൽ പ്രഷേഴ്സ് ഇല്ല, ഇമ്മീഡിയറ്റ് പ്രഷർ മാത്രമേ ഉള്ളൂ എന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നു. HDILന്റെ കാര്യത്തിൽ മാക്വയർ അല്ലെങ്കിൽ മോർഗൻ സ്റ്റാൻലി പോലെയുള്ള കമ്പനികൾ ഒരു ഔട്ട് പെർഫോം നടത്തിയേക്കും, കുഴപ്പമില്ല, ഇപ്പോഴത്തെ കടങ്ങളെല്ലാം ഓക്കെയാണ് എന്ന തരത്തിൽ പറയുന്നു. IVRCLന് ഏകദേശം 500 കോടി രൂപയുടെ ഒരു കരാർ ലഭിക്കുന്നു. അങ്ങനെ ഈ കമ്പനികളെല്ലാം റിട്ടാലിയേറ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം, ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ വീണ്ടും മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ആണോ ഇത് കാണിക്കുന്നത്, അതോ വരും ദിവസങ്ങളിൽ ഒരു കറക്ഷനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? ഇല്ല, മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുൾ ഫേസിൽ തന്നെയാണ്. ഒന്ന്, റിഫോംസുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. രണ്ട്, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ റിസൾട്ട് എല്ലാം തന്നെ ഇപ്പൊ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒഴിച്ച് ബാക്കി എല്ലാ റിസൾട്ടുകളും വളരെ നല്ല റിസൾട്ടുകളാണ്. അപ്പോൾ ഇതിന്റെ ഈ രണ്ട് ഫാക്ടേഴ്സിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ FISന്റെ ഫ്ലോ 4300 crore അഗൈൻ എല്ലാ ആഴ്ചയും FIS ബൈയിങ് സൈഡിൽ തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ആണ് ആസ് യൂഷ്വൽ. ഇവിടെ FISന്റെ ഈ ഫ്ലോയുടെ ഒരു പ്രധാന റീസൺ പോലും ഈ എക്കണോമിക് റിഫോംസുമായിട്ടും അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന വളരെ നല്ല റിസൾട്ടുകളുമാണ് ഇത്രത്തോളം ഇന്ത്യയിലേക്ക് ഒരു ഫ്ലോ വരാനുള്ളൊരു റീസൺ. അപ്പോൾ ഈ ഫ്ലോ നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് തീർച്ചയായിട്ടും ബുൾ ഫേസിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മാർക്കറ്റിന്റെ വാല്യുവേഷൻ ഇപ്പോഴത്തെ രീതിയിൽ അത്രത്തോളം ഒരു ചീപ്പർ വാല്യുവേഷൻ അല്ല ട്രേഡിംഗ് നടക്കുന്നത്. 6100 നിഫ്റ്റി വന്നു. മാർക്കറ്റ് വാച്ച് ഒരു വാർണിംഗ് 100-150 എന്ന് പറയുന്ന ലെവൽ വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് 29th വരുന്ന RBIയുടെ പോളിസി തന്നെയാണ് അടുത്ത ലെവൽ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. തീർച്ചയായും ആ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ RBIയുടെ പോളിസി തന്നെയായിരിക്കാം. ഇപ്പോൾ ഓവറോൾ ഗവൺമെന്റ് റിഫോംസുമായിട്ട് മുന്നോട്ട് പോകുന്നു. എക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ ലൈക്ക് റിസൾട്ടുകൾ വളരെ നല്ലതാണ്, ഇതാണല്ലോ. അതുപോലെ FISന്റെ ഫ്ലോ നല്ലതാണ്. അതുകൊണ്ട് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ബൈ ഓൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. കാര്യത്തിൽ എന്താണ് പ്രതീക്ഷ? RBI പോളിസി ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് വളരെ ശക്തമായി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് RBI എന്തായാലും കുറെ മാസങ്ങളായി ഒരു റേറ്റ് കട്ട് വന്നിട്ടില്ല. അതുപോലെ ഇന്ത്യയുടെ ഗ്രോത്തിനെ ഇത് എഫക്ട് ചെയ്യുന്നു. IIP ഡാറ്റ മോശമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ റേറ്റ് കട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി അത് ഡിസ്കൗണ്ടഡ് ആണ്. അത് ഡിസ്കൗണ്ടഡ് ആണ്. മാർക്കറ്റിൽ 150 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ഓൾറെഡി ആ ഒരു ഡിസ്കൗണ്ട് അതല്ലാതെ വലിയൊരു ഡ്രാസ്റ്റിക് കട്ട് വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ആ രീതിയിൽ ഒരു. അപ്പോൾ അതിനർത്ഥം ഒരുപക്ഷെ ഈ പോളിസിയിൽ അദ്ദേഹം വീണ്ടും ഇടക്കാലത്ത് എപ്പോഴോ വീണ്ടും കഴിഞ്ഞ ഈ മാസത്തിന്റെ തുടക്കത്തിൽ RBI ഗവർണർ സുബ്രാവു പറഞ്ഞത് ഇൻഫ്ലേഷൻ അത്രയൊന്നും കുറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ്. ഇദ്ദേഹം ഒബ്സസ്ഡ് ആണ് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ. അദ്ദേഹം വളരെയധികം ആശങ്കാകുലനാണ് എന്ന തരത്തിലാണ് പ്രസ്താവനകൾ വരുന്നത്. അപ്പോൾ ഇത് വളർച്ചയെ തീർച്ചയായും മുരടിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഡിസ്കൗണ്ടഡ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു തരത്തിലുള്ള റിപ്പോയിലോ അല്ലെങ്കിൽ CRRലോ ഒന്നും ഒരു തരത്തിലുള്ള കുറവും വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ സാധ്യത. ഇല്ല, ക്രാഷിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ഇത് ഫണ്ട് ഫ്ലോ, FISന്റെ ഫ്ലോ സ്ലോ ആകണമെങ്കിൽ മാത്രമേ ചെറിയ ചെറിയ കറക്ഷൻസ്. പക്ഷെ RBIയുടെ പോളിസിയിൽ വലിയ മാറ്റങ്ങളില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കുക, അതല്ലാതെ ഒരു ക്രാഷ് മാർക്കറ്റിൽ വരാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ റീസൺ ഒന്ന്, റിഫോംസുമായിട്ട് ഗവൺമെന്റ് പോകുന്നു. രണ്ട്, വളരെ നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യും. ഇപ്പോൾ മാരുതി എടുത്താലും എല്ലാ കമ്പനികളും വളരെ, അശോക് ലൈലാൻഡ്, കോട്ടക് മഹീന്ദ്ര എല്ലാം വളരെ, L&T വളരെ നല്ല റിസൾട്ടും വളരെ നല്ല ഓർഡർ ബുക്ക്, അവർ ഫ്യൂച്ചർ വളരെ സേഫ് ആണെന്ന് അവർ പറയുന്നു. അതൊക്കെ നല്ലൊരു ഗൈഡൻസ് വളരെ നല്ലതായിരുന്നു. ഇതൊക്കെ തന്നെ വളരെ നല്ലൊരു
ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്രാഷിനുള്ള സാധ്യതയില്ല. പിന്നെ മിഡ് ക്യാപ്പിൽ HDIL പോലെയുള്ള കമ്പനികൾ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് മറ്റ് കമ്പനികളും അതുപോലെ പ്ലഡ്ജ് ചെയ്ത ഷെയർസ് വീണ്ടും മാർക്കറ്റിന് വരാനുള്ള ഒരു സാധ്യത, അതുപോലെ IVRCL ഉണ്ടായ രീതിയിലുള്ള ന്യൂസുകൾ, പല കമ്പനികളിലും ഇങ്ങനെയുള്ള പല എസ്പെഷ്യലി മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇങ്ങനെയുള്ള പല സ്റ്റോറീസും നമ്മൾ കേൾക്കുന്നു. ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിന് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ന്യൂസ് ആണല്ലോ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് ഡ്രിവൺ ആണ് ഇമ്മീഡിയറ്റ് ഓരോ സ്റ്റോക്കിലും വരുന്നത്. ആ സെക്ടറിനെ മുഴുവൻ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയത്ത് ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ മറിയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു വാങ്ങൽ അഭികാമ്യമാണോ? പിന്നെ മറ്റൊന്ന്, ടാറ്റ മോട്ടോഴ്സ് ഭുവനേന്ദ്രന്റെ പ്രിയപ്പെട്ട സ്റ്റോക്കാണ്, നമ്മൾ പലതവണ റെക്കമെൻഡ് ചെയ്തതാണ്. ഈ താഴ്ന്ന ലെവലുകളിൽ വാങ്ങാൻ അനുയോജ്യവുമാണ്. തീർച്ചയായിട്ടും. കാരണം അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾക്കറിയാം എന്തായിരുന്നു അവരുടെ ഡിസംബർ സെയിൽസ് അതല്ലെങ്കിൽ മാർജിൻ കുറയാനുള്ളൊരു സാധ്യത വിലയിരുത്തിക്കൊണ്ടാണ് അതിനകത്തൊരു ഫോൾ വന്നത്. ഒരു ക്വാർട്ടർ കൊണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നമ്മൾക്കറിയാം. നമ്മൾ 270 ലെവലിൽ റെക്കമെൻഡ് ചെയ്ത ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വെച്ചു വീണ്ടും അതേ ലെവലിലേക്ക് വരികയാണ്. അതാണ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഈ കറണ്ട് ലെവൽ ഒരു ബൈ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം വാല്യൂഷൻ അത്രത്തോളം ഫേവറബിൾ അല്ല. അതുകൊണ്ട് ഒരു ഡ്രാസ്റ്റിക് കറക്ഷൻ ഇല്ലെങ്കിലും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. ഇങ്ങനെയുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലത്. ഇപ്പോഴത്തെ വാല്യൂഷൻ 6100 അടുത്ത് നിൽക്കുന്നത് HDIL ഒരു ഇപ്പോഴത്തെ അതിന്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം ഒരു ബൈങ് ആയിരിക്കും അഡ്വൈസബിൾ. IVRCL ഒക്കെ തന്നെ ഇമ്മീഡിയറ്റ് ഒരു റിക്കവറി വന്നെങ്കിലും എനിക്ക് തോന്നുന്നു പലപ്പോഴും ചെയ്യണമെന്നില്ല. അതാണ് പലപ്പോഴും സ്റ്റോക്ക് സെലക്ഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാനേജ്മെന്റിന്റെ ക്വാളിറ്റി, അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ഫൈനാൻഷ്യൽസ്, ഇതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ചും ഈ എ ഗ്രൂപ്പ് സ്റ്റോക്കുകളും വളരെ നല്ല മാനേജ്മെന്റ് ഉള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലൈലാൻഡ്, അതല്ലെങ്കിൽ നമ്മൾ ടാറ്റ ഗ്രൂപ്പ്, ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. 3 ഓഹരികൾ, അതായത് L&T മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. അത് വീണ്ടും തിരിച്ച് 1600 ലെവലിലേക്ക് എത്തി. മാരുതി ഏകദേശം 501 കോടി രൂപ, വിപണി പ്രതീക്ഷ ഏകദേശം 450-460 കോടിയായിരുന്നു. അവിടെ നിന്നും നേട്ടം ലഭിച്ചു. ഒപ്പം കേരളത്തിൽ നിന്നുള്ള ധനലക്ഷ്മി ബാങ്ക് വീണ്ടും അത് ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ചുവപ്പായിരുന്നു അതിന്റെ ബാലൻസ് ഷീറ്റ്. പക്ഷേ വീണ്ടും ഏകദേശം 4 കോടി രൂപ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്. 3 ഓഹരികൾ. ഈ 3 ഓഹരികൾ ഇതിൽ ഇപ്പോഴത്തെ ധനലക്ഷ്മി ബാങ്ക് ഇപ്പോഴത്തെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ഞാൻ ഒരിക്കലും, ഇനിയും അത് ക്ലാരിറ്റി വരാനുണ്ട്. ഒരു ക്വാർട്ടർ റിസൾട്ട് കൊണ്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് മാരുതി വീണ്ടും വളരെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ വാല്യുവേഷൻ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അത്രത്തോളം ഫേവറബിൾ അല്ല. ഒരു കറക്ഷന് വേണ്ടി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അതേസമയത്ത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്കിൽ മാരുതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. L&T ഇപ്പോഴത്തെ വാല്യുവേഷനും ഒരു ഫെയർ വാല്യൂവിലാണ്. നമ്മൾ നേരത്തെ റിലയൻസ് പറഞ്ഞ പോലെ ഈ റാലിയിൽ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. വളരെ നല്ല ഒരു ഓർഡർ ബുക്ക്, വളരെ നല്ല റിസൾട്ട്. തീർച്ചയായിട്ടും L&T സേഫ് ആയിട്ടുള്ള ഒരു ബൈ തന്നെയായിരിക്കും. അതും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല, 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് L&Tയിലും അഡ്വൈസബിൾ ആണ്, മാരുതിയിലും അഡ്വൈസബിൾ ആണ്. അതേസമയത്ത് ധനലക്ഷ്മി ബാങ്ക് തൽക്കാലം ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ച് ഒരു വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യൂവിലാണ്. ഈ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഇപ്പോൾ എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന സമയത്താണ് ധനലക്ഷ്മിയുടെ വാല്യുവേഷൻ വളരെ ലോവർ വാല്യൂവിലാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് അവരുടെ ചോയ്സ്. ഒരു ബാങ്കും കൂടെ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഫലം പുറത്തു വന്നപ്പോൾ വളരെ മികച്ച പ്രവർത്തന ഫലം വന്നു. അത് മാർക്കറ്റിൽ വർധനയുണ്ടാക്കുകയും ചെയ്തു. മലയാളികൾ അധികം ശ്രദ്ധിക്കാത്തൊരു കമ്പനിയുമാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. OBC ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇപ്പോഴും വാല്യുവേഷൻ ലോവർ വാല്യൂവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. അത്രത്തോളം ശ്രദ്ധിക്കപ്പെടാത്തൊരു ബാങ്കാണത്. അതേസമയത്ത് മുമ്പ് വളരെയധികം ഹയർ ലെവലിലൊക്കെ മൂവ് ചെയ്തിരുന്നൊരു അതാണ്. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്ന് വളരെ ലോവർ ലെവലിലേക്ക് പോയി. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിൽ തന്നെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. ലോങ് ടൈം വ്യൂവിൽ ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ തന്നെയാണ്. അപ്പോൾ HDIL ഒപ്പം തന്നെ IVRCL, ഈ 2 കമ്പനികളാണ് കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ തകർച്ചയെ നേരിട്ട മിഡ് ക്യാപ് കമ്പനികൾ. ഇക്കാര്യത്തിൽ ഇനിയും പല ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും ഇതിന് ഔട്ട് പെർഫോം ആണ്, കുഴപ്പമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് പുതിയ നിക്ഷേപം ഈ 2 ഓഹരികളിലും ഈ സാഹചര്യത്തിൽ വേണ്ട. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. ദിനു അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നും എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം പുതിയ ഒരു നിക്ഷേപകനാണ്. ഒരു ഓഹരി, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഒരു ഓഹരി തരണം. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് ചോദ്യം. സാഹചര്യം നമ്മൾ പറഞ്ഞല്ലോ, വാല്യൂഷൻ അത്ര ഒരു ഫെയർ വാല്യൂ അല്ല. അതേ സമയത്ത് ഓരോ കറക്ഷനും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നല്ല. ഇപ്പോൾ ഒരു സ്റ്റോക്കിന് വരെ നമുക്ക് കുറച്ച് 3-4 സ്റ്റോക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ നമ്മൾ തന്നെ HDLന്റെയും IVRCLന്റെയും പല സ്റ്റോറികളും പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയും ഒരു സ്റ്റോക്കും ഒരിക്കലും അഡ്വൈസബിൾ അല്ല. സ്റ്റോക്ക് ഒരു ബാസ്ക്കറ്റിൽ എല്ലാ മുട്ടയും ഇടരുതെന്ന പഴയ തത്വം. അതെ, പഴയ തത്വം. ഇതിൽ എക്സൈഡ് ആണ്. എക്സൈഡ് 110 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 95. ഈ 2 ലെവൽ വ്യക്തമായി വാച്ച് ചെയ്യുക. അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. ഈ ലെവൽ വരുമ്പോൾ എക്സൈഡ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബൈ തന്നെയാണ്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ പെട്രോനെറ്റ് LNG ആണ്, വളരെ സേഫ് ആണ്, ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. 148 ആൻഡ് 135 2 സപ്പോർട്ട് ലെവലാണ് സ്റ്റോക്കിൽ. ഇമ്മീഡിയറ്റ് വരാവുന്ന 2 സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാം. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും സേഫ് ആയിട്ടുള്ള ഒരു ബൈ തന്നെയാണ് പെട്രോനെറ്റ് LNG. 185 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സി എന്റർടൈൻമെന്റ് ആണ്, ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. എന്റർടൈൻമെന്റ് സെഗ്മെന്റിലെ വളരെ ഒരു ലീഡർ തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 205 അതുപോലെ 185 2 സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. 260 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹാവൽസ് ആണ്, 620 ആൻഡ് 560 2 സപ്പോർട്ട് ലെവലാണ്. വളരെ സൗണ്ട് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 730 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബർജർ പെയിന്റ് ആണ്, 150 ആൻഡ് 138. വളരെ ഒരു മിക്സ് തന്നെയാണ് ഈ സ്റ്റോക്ക്. ഇത് തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 150 ബർജർ പെയിന്റ്, 150 ആൻഡ് 138 2 സപ്പോർട്ട് ലെവലാണ്. 225 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ എക്സൈഡ്, പെട്രോനെറ്റ് LNG, സി എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ ഹാവൽസ്, ബർജർ പെയിന്റ്, ഈ 5 സ്റ്റോക്കുകൾ ലോങ് ടൈം വ്യൂവിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 2008 ഗ്ലോബൽ മെൽട്ട്ഡൗൺ അത് ഏതാണ്ട് നിയർ പെർഫെക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത ഒരാളാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ നോറിയൽ റൂബിനി. ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗിൽ ദാവോസിൽ ബ്രിക് നേഷൻസിന്റെ പ്രസക്തി, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ആ ബ്രിക് കൺട്രീസിന്റെ പ്രസക്തി കുറയുകയും അവിടെ സ്റ്റേറ്റിന് കൂടുതൽ പ്രാധാന്യം വരികയും പ്രൈവറ്റ് എന്റർപ്രൈസസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തി. അതുകൊണ്ട് അദ്ദേഹം ഇനി അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ വളർച്ച കാണിക്കുന്ന ഇന്തോനേഷ്യയും ഫിലിപ്പൈൻസിനെയുമാണ് എന്ന് പറഞ്ഞു. ചൈനയെക്കാളും ഇന്ത്യയെക്കാളും അഹെഡായിട്ട് ഈ 2 രാജ്യങ്ങളെയാണ്, ഫിലിപ്പൈൻസിനെയും ഇന്തോനേഷ്യയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ ഡോക്ടർ ഡൂം എന്ന തരത്തിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഈ മുൻകാല പ്രവചനങ്ങളുടെ കാര്യത്തിൽ അതിവിദഗ്ധനായ ഒരാളായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകളുടെയൊക്കെ മുന്നറിയിപ്പുകൾ നമ്മൾ ഗൗനിക്കേണ്ടതുള്ളൂ. അത് ഗൗനിക്കണം. പക്ഷേ ഈ നമ്മളീ പറഞ്ഞ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ പോയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് അവിടുത്തെ ക്ലാരിറ്റി അത്രയൊരു, അവിടുത്തെ ഒക്കെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡ്രിവൺ അല്ല, ഒരു റിയൽ ബിസിനസ്സിലല്ല അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലാരിറ്റി ഇല്ലാത്ത ബിസിനസ്സാണ്. അപ്പോൾ പരിഗണിക്കാമോ എന്ന് ചോദിച്ചാൽ പരിഗണിക്കാം. പിന്നെ പഴയ പ്രഡിക്ഷൻസ് ഒരു പരിധി വരെ റിയൽ ആയിട്ട് വന്നതുകൊണ്ട് അദ്ദേഹം വളരെയധികം സ്റ്റഡി നടത്തിയതിന് ശേഷമായിരിക്കാം അങ്ങനെ ഒരു, നമ്മൾക്കും അറിയാം ആ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന എക്സ്പോർട്ടും അതുപോലെ ചൈനയും ചൈനയുടെ ഗ്രോത്ത് ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഉള്ള സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവുണ്ട് പലപ്പോഴും. ഇപ്പോൾ ചൈനയിൽ പോലും എന്താണ് ഇക്കണോമിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വളരെ ക്ലാരിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഇന്ത്യയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ ക്രൈസിസ് ഉണ്ട്, നമ്മൾക്കറിയാം. ഏഷ്യയിലും ചെറിയ രീതിയിലുള്ള ക്രൈസിസ് ഉണ്ട്. ഇപ്പോൾ US അല്ല, വേൾഡ് ഓവർ തന്നെ 2008 ശേഷം ക്രൈസിസിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ക്രൈസിസിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയുന്നത് വെൽ അവെയർ ആയതുകൊണ്ട് അതിനുള്ള മെഷേഴ്സ് ഈ രാജ്യങ്ങൾ എടുത്തു പോകുന്നത് തീർച്ചയായിട്ടും ലോങ് ടൈം വ്യൂവിൽ നല്ല രീതിയിൽ, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടനവധി ബാക്കി പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മെഷേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ശക്തിയായി തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള രാജ്യം തന്നെയാണ്. ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അത്രത്തോളം ഫേവറബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യം. ഇപ്പോൾ ചൈന എടുത്താൽ ക്ലാരിറ്റി കുറവാണ്. ഇപ്പോൾ യൂറോപ്പ് ക്രൈസിസും അല്ലെങ്കിൽ US ക്രൈസിസും ഒക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു, ചെറിയ രീതിയിലെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് വെൽ അവെയർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ വലിയൊരു എഫക്റ്റ് ഈ രാജ്യങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ല. പലപ്പോഴും നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഇവിടെ റിസ്ക് കുറവാണ്, റിട്ടേണും കുറവായിരിക്കും. പുതിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് റിസ്ക് വളരെയധികം കൂടുതലായിരിക്കും, പക്ഷേ ചിലപ്പോൾ റിട്ടേൺ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൂവൺ
രാജ്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യൂ. വലിയ അപകടം വരാൻ ഇല്ല, ഇതിനേക്കാൾ ഏറെ ഇനി അപകടം വരാനില്ല. പ്രത്യേകിച്ച് 2012 നമ്മൾ എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷം, പ്രത്യേകിച്ച് ഓഹരി വിപണി. നമുക്ക് V-Guard കേരളത്തിലേക്ക് തിരികെ വന്ന് നോക്കിയാൽ, കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകർ ധാരാളമായി നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനിയാണ് V-Guard. ഇപ്പോൾ ഏകദേശം 510 ലെവലിലാണ് വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ കീനായിട്ട് ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച പ്രവർത്തന ഫലം വരികയാണ്. 500 രൂപയിൽ താഴെ ഈയിടെ എങ്ങും പോയിട്ടില്ല. ഏതോ ഒരു ദിവസം ഒരു കച്ചവടം നടന്നു എന്ന് മാത്രം, 421 രൂപയ്ക്ക് ഒരു ഫ്ലാഷ്, ഒരു സിംഗിൾ ട്രേഡ്. അതല്ലാതെ 500 രൂപയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കണം സ്ട്രാറ്റജി? ഇത്തവണത്തെ റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരുടെ സെയിൽസ് സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് സാധ്യത കാണുന്നത്. കാരണം പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ കേബിൾ സെഗ്മെൻ്റ് ആണെങ്കിലും ഏത് സെഗ്മെൻ്റ് എടുത്താലും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല സെയിൽസ് ഉണ്ട്, വളരെ നല്ല റീറ്റെയിൽ ചെയിൻ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഫ്യൂച്ചറുള്ള സ്റ്റോക്കാണ്. ഒരു ഷോർട്ട് ടൈം ചിലപ്പോൾ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച മാർക്കറ്റിന് വലിയ പ്രതീക്ഷയാണ് റിസൾട്ടിനെ കുറിച്ച്. കാരണം ലാസ്റ്റ് ക്വാർട്ടർ ബെറ്റർ ആയതുകൊണ്ട് അതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ്, എല്ലാ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാന്ന് പറയുന്ന മാനേജ്മെന്റിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ലോങ് ടൈം വ്യൂവിൽ ഒരു സേഫ് ആയിട്ടുള്ള ബെറ്റ് തന്നെയാണ് V-Guard. കാരണം ഇന്ത്യയിലെ ഏത് കേബിളായിട്ടും അല്ലെങ്കിൽ ഏത് സെഗ്മെന്റ് ആയിട്ടാണ് അവർക്ക് കടപിടിക്കാനുള്ള ശക്തി ഉള്ളത് കൊണ്ട് ഈ സ്റ്റോക്ക് ലോങ് ടൈം വ്യൂവിൽ സേഫാണ്. അപ്പം നാളെ ഒരു മൺഡേ റിസൾട്ടിന് വേണ്ടി ഒരു വ്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ലോങ് ടൈം വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇത്. കാരണം പലപ്പോഴും നമ്മൾ 180, 200 മുതൽ റെക്കമെൻഡ് ചെയ്ത് വന്നിരുന്നതാണ്. ഇപ്പോഴത്തെ രീതിയിലും വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ലോങ് ടൈം വ്യൂയോടുകൂടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടൈം നല്ല റിസൾട്ട്, ഒരു ഗെയിൻ കിട്ടുകയാണ്, എക്സിറ്റ് ചെയ്ത് മാറുക. ലെവലിൽ അതിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് 480, 500 ആണ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പൊ റിസൾട്ട് എനിക്കൊന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതേക്കാട്ടിൽ ഏകദേശം 12 കോടിയാണ്. അതിനേക്കാളും ഈ ദീപാവലി ഫെസ്റ്റിവൽ സീസണിൽ സ്വാഭാവികമായും സെയിൽസ് കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇൻഡക്ഷൻ കുക്കർ പുതിയ ഒരു ഇലക്ട്രിക്കൽ ഗുഡ്സ് ആയിട്ട് അവരുടെ അവതരിപ്പിച്ചു. പല മേഖലകളിൽ പ്രത്യേകിച്ചും കേബിളാണ്. കേബിൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതിനകത്തൊക്കെ വളരെ നല്ല സെയിൽസ്, ഇപ്പോൾ ഞാൻ പേഴ്സണലി അറിയുന്നതാണ്, വളരെ നല്ല സെയിൽസ് നടക്കുന്നുണ്ട് കേബിൾ സെഗ്മെന്റിലൊക്കെ തന്നെ. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻ കമ്പനികളെക്കാൾ കൂടുതൽ കേരളത്തിലും അതുപോലെ കർണാടക, ആന്ധ്രയിലൊക്കെ തന്നെ വളരെ നല്ല നെറ്റ്വർക്ക് V-Guardനെ സംബന്ധിച്ചുള്ളത് കൊണ്ട് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് സാധ്യത. നമുക്ക് സബിൻ മാത്യു, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഓപ്റ്റോ സർക്യൂട്ട്സിൻ്റെ അതിൻ്റെ സപ്പോർട്ട് ലെവലുകളാണ്. കഴിഞ്ഞ തവണ ഭുവനേന്ദ്രനെ ഓഹരിയിൽ സ്പർശിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു, വലിയ രീതിയിൽ താഴേക്ക് പോവുകയും ചെയ്തു. മറ്റൊന്ന് ബാലു അയ്യർ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഓർക്കിഡ് കെമിക്കൽസ് 200 രൂപയ്ക്ക് വാങ്ങി, ഇപ്പോൾ വളരെയധികം റേറ്റ് താഴെ കിടക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? ആവറേജ് ചെയ്യണോ എന്നാണ് ചോദ്യം. ഈ രണ്ട് സ്റ്റോക്കിലും വാല്യുവേഷൻ ഇപ്പോഴത്തെ രീതിയിൽ ഒപ്റ്റോ സർക്യൂട്ട് ഞാൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് തോന്നുന്നു അടുത്തൊരു 81-73 ലെവൽ വരികയാണെങ്കിൽ വീണ്ടും ഒരു മിഡ് ക്യാപ്പിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ നേരിട്ടു. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 81-73 ഒപ്റ്റോ സർക്യൂട്ടിലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം ആ സ്റ്റോക്ക്. അതിൽ ഓർക്കിഡ് കെമിക്കൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഓർക്കിഡ് കെമിക്കലും നേരിട്ടു. ഒരു പേഷ്യൻസോടുകൂടി അദ്ദേഹത്തിന്റെ ബൈങ് റേഞ്ച് 200 എന്ന് പറഞ്ഞ് വളരെയധികം ഹയർ ലെവലിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യണം. 82-76, ഈവൻ 80-85 ലെവൽ സേഫ് ആയിട്ടുള്ള ലോങ് ടൈം ബെറ്റ് തന്നെയാണ് ഈ ഓർക്കിഡ് കെമിക്കൽ. കാരണം റീസെന്റ് ആയിട്ട് കുറച്ച് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വന്നു. ഇപ്പോഴത്തെ രീതിയിൽ പോലും ആ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഈ രണ്ട് സ്റ്റോക്കും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ വാല്യുവേഷൻ നല്ല കറക്ഷൻ നേരിട്ടു, അതാണ് ലാസ്റ്റ് വീക്ക് ബൈ അഡ്വൈസ് ചെയ്യാതിരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ് ഈ സ്റ്റോക്കിൽ. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ഏറെ പ്രതീക്ഷയോടെയാണ് ചൊവ്വാഴ്ചത്തെ റിസർവ് ബാങ്കിന്റെ വായ്പ നയം കാണുന്നത്. അതിൽ ഒരു റീപ്പോ നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷ ഇപ്പോൾ തന്നെ അത് വിപണിയിൽ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ഒരുപക്ഷെ കുറച്ചില്ലെങ്കിൽ കൂടി മാർക്കറ്റ് വലിയ തകർച്ചയെ അഭിമുഖീകരിക്കും എന്ന് പറയുക വയ്യ. കാരണം ഇൻഹറന്റ് സ്ട്രെങ്ത് വളരെ നന്നായിട്ടുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്ലോ ഓഫ് ഫണ്ട്സ് അത് കൂടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച LIC നെറ്റ് സെല്ലറായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആഭ്യന്തര ധനസ്ഥാപനങ്ങൾ LIC അടക്കമുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇനിയും ഓഹരികൾ വാങ്ങാനാണ് സാധ്യത. കഴിഞ്ഞ ആഴ്ച വന്ന പ്രവർത്തന ഫലങ്ങളിൽ വളരെ ചെറിയ ചില കമ്പനികൾ മാത്രമേ മോശം എന്ന് പറയുന്ന ഫലം പുറപ്പെടുവിച്ചുള്ളൂ. മറിച്ച് L&T, മാരുതി, ഈ രണ്ട് വലിയ ലാർജ് ക്യാപ് കമ്പനികളും ഗംഭീരമായ പ്രവർത്തന ഫലമാണ് ഇന്ത്യയുടെ വളർച്ചയെ ദ്യോതിപ്പിക്കുന്ന, അല്ലെങ്കിൽ തകർച്ചയിൽ നിന്നും പഴയ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും ഇന്ത്യ കരകയറുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ചും മാരുതിയെ സംബന്ധിച്ച് അതിന്റെ മനേസർ പ്ലാന്റിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും 501 കോടി രൂപ അത് മൂന്നാം പാദത്തിൽ നേടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ഭുതകരമാണ്. ഏകദേശം 2.5 ലക്ഷം വണ്ടികളാണ് അത്
സെയിൽ നടത്തിയത്. എന്നിട്ട് ആ ഒരു തലത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികളിലുള്ള കോൺഫിഡൻസ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കുറയാനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല, പ്രത്യേകിച്ചും ലാർജ് ക്യാപ് കമ്പനികളിൽ. അതുകൊണ്ട് അത്തരം കമ്പനികൾ നല്ല ബാലൻസ് ഷീറ്റുള്ള കടം കുറവുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുക. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.